മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകൾക്കെല്ലാം അപ്പുറം ഈ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ കാണുന്ന മനോഹാരിതയും വശ്യതയും ദൈവസൃഷ്ടികളുടെയെല്ലാം ലാളിത്യമാർന്ന മഹത്വത്തെ പ്രഘോഷിക്കുന്നു. ദൈവമഹത്വത്തെ മുഖാമുഖം ദർശിക്കുവാൻ അവിടുന്ന് അനുവദിച്ച നശ്വരമായ ഈ ജീവിതം ദൈവനിയോഗമായി സ്വീകരിക്കുവാനും അവിടുത്തോടൊപ്പമായിരിക്കുവാനും കടപ്പെട്ടവരാണ് നാം. അന്യോന്യം സ്നേഹിച്ചും പങ്കുവച്ചും ദൈവമനുഷ്യരായി ജീവിക്കുകയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. കുറവുകൾ അംഗീകരിച്ച് ഉപാധികളില്ലാതെ പരസ്പരം സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിമനോഹരമാണ് ഈ ജീവിതം. ആ സൗന്ദര്യം തിരിച്ചറിയുമ്പോൾ ബലഹീനതകൾക്ക് നടുവിലും നാം നിശബ്ദമായി പ്രഘോഷിക്കുകയാണ് യഥാർത്ഥ സുവിശേഷം. ജന്മനാൽ തന്നെ വിവിധങ്ങളായ വൈകല്യങ്ങളുടെ പരിമിതികളിൽ ജീവിക്കുന്ന അനേകായിരങ്ങൾ എക്കാലവും നമുക്കിടയിലുണ്ട്. വൈകല്യങ്ങളൊന്നും തന്നെ ഒരു മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നില്ല എന്ന മഹത്തായ തിരിച്ചറിവിൽ കുറവുകളോടെ ജനിക്കുന്നവരെ നാം ഭിന്നശേഷിയുള്ളവർ എന്ന് വിളിക്കുന്നു. അതെ, നമുക്കുള്ളതുപോലെ തന്നെ അനവധിയായ കഴിവുകളോട് കൂടിയാണ് അവരും സൃഷ്ടിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നമുക്കുള്ളതിനേക്കാളേറെ നന്മകളാലും സിദ്ധികളാലും അവർ സമ്പന്നരുമാണ്. 2 കൈകളും ഇല്ലാത്ത ഒരു കൊച്ചു ബാലൻ, തരുൺ എന്നാണ് അവൻ്റെ പേര്. മദ്രാസിലെ മിത്ര എന്ന മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഹാബിലിറ്റേറ്റ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൻഡ് മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു. എല്ലാ ബുധനാഴ്ചകളിലും ഞാനവിടെ പോകുമായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ ഈ കൊച്ചു ബാലൻ ഓടി എൻ്റെ അടുത്തേക്ക് വരും. 2 കൈകളില്ലാത്തവന് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അവനെ ഒന്ന് ഉയർത്തി ഒന്ന് കുലുക്കി താഴെ നിർത്തുമ്പോൾ അവൻ ആ കാലിൽ തുള്ളിച്ചാടി സന്തോഷിക്കുകയാണ്. ഒരു ദിവസം ഞാനവിടെ ചെന്നപ്പോൾ ആ കുഞ്ഞിനെ കാണാനില്ല. ഞാൻ ചോദിച്ചു, തരുൺ എവിടെ? ഫാദർ, അവൻ ഇൻഫർമറിയിലാണ്, സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ കിടക്കുന്ന ആ ഡിസ്പെൻസറിയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ 2 കൈകളില്ലാത്ത ആ കുഞ്ഞ് കാലിൻ്റെ വിരലിൽ സ്പൂണ് വെച്ച് കഞ്ഞി കോരി അടുത്ത് കിടക്കുന്ന പനി പിടിച്ച് കിടക്കുന്ന കുഞ്ഞിന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. തമ്പുരാനെ, 2 കൈകളും കണ്ണുകളും കാലുകളുമൊക്കെ ഉള്ള ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ കുഞ്ഞ് ഇത്രത്തോളം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എന്നേക്കാൾ ശേഷിയുള്ളവനാണ് അവനെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. ശാരീരികമായ കുറവുകളാൽ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനേകായിരങ്ങൾക്കിടയിൽ അല്പം വ്യത്യസ്തമായ ഒരു വിഭാഗമുണ്ട്. മറ്റ് ഒരുപാട് കുറവുകൾക്ക് മീതെ ഇവർക്ക് പ്രതിബന്ധം സൃഷ്ടിക്കപ്പെടുന്നത് ആശയവിനിമയത്തിൻ്റെ കാര്യത്തിലാണ്. ബധിരരും മൂകരുമായ കുറേ ആത്മാക്കളാണ് അവർ. ശബ്ദമില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെടുന്ന അവർ എല്ലാ കഴിവുകളോടും കൂടി തങ്ങൾക്കുള്ളിൽ തന്നെ തടവിലാക്കപ്പെട്ടേക്കാം എന്ന വലിയ ഭീഷണിയിൽ ജീവിതം ആരംഭിക്കുന്നു. ഇവരുടെ ശക്തി തന്നെയാണ് ഇവരുടെ ദൗർബല്യമെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. വ്യക്തമായ മൂല്യബോധം ചിലപ്പോൾ ഇല്ലാതെ വരുമ്പോൾ ഇവരിൽ പലർക്കും സമൂഹത്തിലെ തിന്മകളിലേക്കുള്ള ഒരു സ്വാധീനത്തിലേക്ക് ചെന്ന് വീഴുവാൻ സാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് അംഗവൈകല്യമുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മൂകബധിരരായ സമൂഹത്തിന് മറ്റുള്ളവരെക്കാളും കുറച്ച് മാത്രമേ സമൂഹവുമായിട്ട് ഇടപെടാൻ സാധിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരുമായിട്ടുള്ള ആശയവിനിമയമാണ്. കാണുവാൻ സാധിക്കുന്നു, പക്ഷെ അവർക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല.
കേൾക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. സംസാരിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധം അറ്റുപോകുന്നു. സമൂഹത്തിലുള്ള പല ശബ്ദങ്ങളും ഇവർക്ക് കേൾക്കാതെ പോകുമ്പോൾ ഇവർ ഒറ്റപ്പെടുന്നതായിട്ടും ഇവർ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നതുമായിട്ട് കാണുവാൻ സാധിച്ചു. ഇപ്രകാരമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് അവർ പോകുമ്പോൾ ഇവരിൽ നിന്നും നമുക്ക് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. എല്ലാ കഴിവുകളിലും മറ്റുള്ളവരെക്കാൾ 10 മടങ്ങ് ശോഭിക്കുകയും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവുമധികം തിളങ്ങുകയും ചെയ്യുന്ന ഇവർക്കിടയിൽ പ്രതിസന്ധികളായി മാറുന്ന ചില കാര്യങ്ങളുണ്ട്. അവയിൽ വിശ്വാസ ജീവിതവും ആത്മീയ കാര്യങ്ങളും പ്രധാനപ്പെട്ടവയാണ്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണ് അവിടെയും അടിസ്ഥാന കാരണം. കൗദാശികവും സഭയുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങൾ അവർക്ക് യഥാർത്ഥ തടസ്സമായി മാറുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷമാണ്. സ്വാഭാവികമായ ജീവിത പ്രതിസന്ധികളിൽ ആത്മീയ പിന്തുണ ലഭിക്കാൻ കഴിയാതെ പോവുക വലിയ ദുരന്തമാണ്. മൂകബധിരരായ കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ് വരെ ഒരു പരിധിവരെ അവർക്ക് വേണ്ടത്ര വിശ്വാസ ശിക്ഷണം നൽകുന്നുണ്ട് എന്ന് നമുക്ക് സന്തോഷപൂർവ്വം പറയുവാൻ സാധിക്കും. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ വിവാഹിതരായാലും ഇല്ലെങ്കിലും തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ സഭയുടെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്നതിൽ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വിശ്വാസ പരിശീലന ക്ലാസ്സുകളോ വിവാഹ ഒരുക്ക സെമിനാറുകളോ വേണ്ടത്ര ബൈബിൾ ക്ലാസ്സുകളോ ഒന്നും തന്നെ കൃത്യമായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ നാം പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. ഇവർക്ക് വേണ്ടി സഭയിൽ നിന്നും നല്ല ഒരു സംഭാവന തന്നെ നൽകേണ്ടിയിരിക്കുന്നു. ഇവരെ പരിശീലിപ്പിക്കുവാനും ഇവർക്ക് കൗദാശികരമായ സംഭാവന നൽകുവാനും ഇവരെ ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുവാനും വേണ്ട നല്ല ഇടയന്മാരെയും നല്ല സഭാ നേതാക്കളെയും നമുക്ക് ഈ അവസരത്തിൽ ആവശ്യമുണ്ട്. പലപ്പോഴും ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഇവരെ വിവാഹം ചെയ്തിരിക്കുന്ന ദമ്പതിമാർ അല്ലെങ്കിൽ ഇവരുടെ മക്കൾ പലപ്പോഴും ഒരു ക്രിസ്തീയ വിശ്വാസം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരു പരിധിവരെ പരാജയം സംഭവിക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഒരുപക്ഷെ ഒരു മൂകബധിരനായ കുടുംബനാഥനാകാം, അല്ലെങ്കിൽ മൂകബധിരയായ കുടുംബനാഥയാകാം. ഇവർക്ക് വേണ്ടത്ര വിശ്വാസ പരിശീലനം നാം കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൻ്റെ പല തുറമുഖങ്ങളിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഇവർക്കാവശ്യമായ ആത്മീയവും മാനസികവും ഭൗതികവുമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അറിവ് ഇവർക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. സഭയിലുള്ള അധ്യക്ഷന്മാരും സഭയിലുള്ള പുരോഹിതന്മാരുമെല്ലാം സിസ്റ്റേഴ്സുമെല്ലാം ഇവർക്ക് വേണ്ടത്ര സഹായം എത്തിച്ചു കൊടുക്കേണ്ടത് ഒരാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇവരുടെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും വ്യക്തമായ ഒരു ധാരണയിലൂടെ അല്ലെങ്കിൽ വിവാഹമെന്ന കൂദാശയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും അറിയാതെ തന്നെയാണ് ഇവർ വിവാഹമെന്ന കൂദാശയിൽ ഏർപ്പെടാറുള്ളത്. അതുമൂലം പലപ്പോഴും വിവാഹബന്ധത്തിലുണ്ടാകുന്ന പല ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്ക് അഭിമുഖീകരിക്കുവാൻ സാധിക്കാതെ പോകാറുണ്ട്. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ സഭയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അജപാലന ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ പരിഗണന നമുക്കുണ്ടായിരിക്കണം. അത് വൈദിക പരിശീലന കാലഘട്ടത്തിൽ സെമിനറിയിൽ അത് സംലഭ്യമാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു അവയവത്തിന് സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് ചിന്തിക്കാൻ വളരെയേറെ കഴിവുണ്ട്, കാണാൻ കഴിവുണ്ട്. കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മറ്റ് ഹിയറിങ്ങും സംസാരിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. അംഗവൈകല്യമുള്ള ആളുകൾക്ക് പോലും അവർക്ക് അതൊരു കുറവായിട്ട് കാണാതെ അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വലിയ അനുഭവം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തിന് എന്തെങ്കിലും കുറവ് വരുമ്പോൾ മറ്റ് ഭാഗങ്ങൾ അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായി സഹകരിക്കുന്ന ഒരനുഭവം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ വിശ്വാസ പരിശീലനത്തിന് കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ
നിശ്ചയമായും അവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാൻ നമുക്ക് കഴിയണം. സമൂഹജീവിയായ മനുഷ്യന് തൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ ചുറ്റുമുള്ളവരുടെ ഗുണകരമായ ഇടപെടലുകൾ പലപ്പോഴും ആവശ്യമാണ്. എന്നാൽ ആശയവിനിമയത്തിലുള്ള വലിയ തടസ്സം ഈ ബധിര സഹോദരങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നതുമൂലം അവരെ പരിഹാരമില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെടുത്തിയേക്കാം. ഈ രംഗത്ത് അപൂർവം ചിലരുടെ ഇടപെടലുകൾ തന്നെ അനേകർക്ക് ആശ്വാസമായി മാറുമ്പോൾ ഇനിയുമേറെ പേർ ഇവർക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരാവശ്യമാണ്. വിശ്വാസ പരിശീലനം എന്നത് ഒരു പ്രധാന കാര്യമാണ്. പലപ്പോഴും അവർക്ക് എന്തിനാണ് ഞാൻ കുമ്പസാരിക്കുന്നത്, എന്തിനാണ് ഞാൻ കുർബാന കൈക്കൊള്ളുന്നത്, എന്തിന് ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില ബോധ്യം പോലും പലർക്കും ഇല്ല എന്നുള്ള വസ്തുത യാഥാർത്ഥ്യമാണ്. അവരെ വിവാഹം ചെയ്തു വരുന്നവർക്ക് വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മക്കൾ വീണ്ടും മൂകബധിരരാണെങ്കിൽ അവരുടെ വിശ്വാസം പാടെ തകർന്നു പോകാറുണ്ട്. ഒരു പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ദൈവത്തെ മുറുകെ പിടിക്കുവാനോ അല്ലെങ്കിൽ സഭയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാനോ സാധിക്കാതെ വരാറുണ്ട്. ഈ മേഖലകളിലെല്ലാം നമ്മുടെ സ്വാധീനം അത്യന്താപേക്ഷിതമാണ്. പുള്ളിക്കാരന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിക്ക് ഒരു യാത്ര പോയതാണ്. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കരമായിട്ട് പനി കൂടി, ഒത്തിരി ഹയസ്റ്റ് പനിയായി പോയായിരുന്നു. ICUവിലെല്ലാം കിടന്ന് ഒത്തിരി ആളെ തിരിച്ചു കിട്ടുമെന്ന് പോലും പറഞ്ഞതല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസുഖം കുറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഡിസ്ചാർജ് ചെയ്ത് പോന്നു കഴിഞ്ഞിട്ട് പുള്ളി മരുന്നെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിന് ആകെ ഞാൻ മരിച്ചു പോകും, ഞാനിനി ജീവിക്കുകയില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള വിഷമമായിരുന്നു, മാനസികമായിട്ടുള്ള വിഷമം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി മരുന്ന് കൊണ്ട് ഇത് മാറിയല്ല, ഒരു കൗൺസിലിങ്. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ആലോചിച്ചു, ഇങ്ങനെ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ കൗൺസിലിങ് എവിടെ നിന്ന് കിട്ടും എന്ന് ഞാൻ ഒത്തിരി അന്വേഷിച്ചു. കുറേ ആളുകളെല്ലാം വിളിച്ച് അന്വേഷിച്ചു. അന്നേരമാണ് ഈ ബിജു അച്ഛൻ്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടിയത്. ബിജു അച്ഛനെ കോണ്ടാക്ട് ചെയ്തു. അച്ഛൻ ഞങ്ങളെ വിളിച്ച് പള്ളിയിലോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ ചെങ്കളം പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ് കൊടുത്തു കഴിഞ്ഞപ്പം റജിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായത്. അങ്ങോട്ട് പോയ ഒരു മനുഷ്യനല്ല, തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ നല്ല ഒരു മാറ്റം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇരുന്ന എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നുന്നുണ്ട് കൗൺസിലിങ് കഴിഞ്ഞപ്പോൾ എന്ന്. അപ്പം നല്ല ഒരു മാറ്റം, മരുന്നിനേക്കാളും നല്ലൊരു മാറ്റമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൗൺസിലിങ് വഴി കൊടുക്കുക. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിങ് കൊടുക്കാനായിട്ടുള്ള ആളുകൾ, അച്ഛന്മാരായിട്ടും സിസ്റ്റർമാരായിട്ടും ഒക്കെ ഒത്തിരി പേര് ഇങ്ങനെ കൗൺസിലിങ് ചെയ്യാനായിട്ട്, ഇവരുടെ സൈൻ ലാംഗ്വേജ് പഠിച്ച് ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒത്തിരി പേര് ഇങ്ങനെ കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ഉത്സുകരാകുന്നവർ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് സൈൻ ലാംഗ്വേജ് അഭ്യസിക്കുകയാണ്. അത് അല്പം ശ്രമകരമാണെന്നത് തന്നെയാണ് വാസ്തവം. എന്നാൽ അനേകായിരം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും തീക്ഷ്ണമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഓരോ പ്രദേശത്തു നിന്നും ചിലരെങ്കിലും മുന്നോട്ട് വരിക പ്രധാനമായ കാര്യമാണ്. അതിരങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്, ആംഗ്യഭാഷയിലൂടെ സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ആംഗ്യഭാഷ ഇവരുടെ മാതൃഭാഷയാണ്. ഈ മാതൃഭാഷയിലൂടെ ഇവരെ മനസ്സിലാക്കി ഇവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കുവാൻ, ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇവരുടെ ആംഗ്യഭാഷ പഠിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ്. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ശൈലിയും ആംഗ്യങ്ങളുമുണ്ട്. ഓരോ ആംഗ്യങ്ങളും ഓരോ വാക്കുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ വാക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം കാലക്രമേണ പഠിച്ചു മനസ്സിലാക്കി ഇവരിലേക്ക് സദ്വാർത്ത എത്തിക്കുക എന്നുള്ളതാണ് ഒരു സഭയുടെ, ഒരു വക്താവിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു. അൺനോർമലായിട്ടുള്ള ആൾക്കാർ അച്ഛനോട് കുമ്പസാര കാര്യങ്ങൾ പറയുമ്പം അവർക്ക് മനസ്സിലാകുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ വിവർത്തനം ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമാണ്
അച്ഛൻ അതിൻ്റെ മറുപടി പറഞ്ഞ് അതിൻ്റെ പ്രായശ്ചിത്തം അതിനനുസരിച്ചുള്ള പ്രായശ്ചിത്തം കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇങ്ങനെയുള്ള ആംഗ്യ ഭാഷകൾ മനസ്സിലാക്കാനായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് കുമ്പസാരിക്കുന്നതിലും മറ്റുള്ള ആത്മീയമായ കാര്യങ്ങളിലും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനോ ആരുടെയും ഹെൽപ്പ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പൂനെ പേപ്പൽ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിരിക്കെയാണ് ഫാദർ ബിജു ലോറൻസ് എന്ന ഹോളി ക്രോസ് വൈദികൻ ശബ്ദമില്ലാത്തവരുടെ ലോകത്തേക്ക് ഇറങ്ങുന്നത്. ഹോളി ക്രോസ് സഭാംഗം തന്നെയായിരുന്ന കനേഡിയൻ വൈദികൻ ഫാദർ ഹാരി സ്റ്റോക്സ് ആയിരുന്നു ദൈവനിയോഗത്തിൻ്റെ പ്രവാചകനായി അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് കരം പിടിച്ചു നടത്തിയത്. അന്നു മുതൽ 10 വർഷത്തിലേറെയായി ബിജു അച്ഛൻ ബധിരരും മൂകരുമായ അനേകം വിശ്വാസികൾക്കിടയിൽ ജീവിക്കുന്നു. ഇത്തരക്കാർക്കായി കൂദാശകൾ പരികർമ്മം ചെയ്യുകയും ജീവിത പ്രശ്നങ്ങളിൽ ആത്മീയ സാന്ത്വനം പകരുകയും ചെയ്യുന്ന അപൂർവം അഭിഷിക്തരിൽ ഒരാളാണ് ഫാദർ ബിജു ലോറൻസ്. ഹോളി ക്രോസ് സഭാംഗമായ ഞാൻ ഈ ദൗത്യവുമായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ സഭയിൽ ഫാദർ ഹാരി സ്റ്റോക്ക് എന്നൊരു വൈദികൻ, കാനഡ വൈദികൻ ഈ സഭയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി ഏതാണ്ട് 35 വർഷത്തോളം സേവനമനുഷ്ഠിച്ച ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യമായിട്ട് കരുതിയത്. പിന്നീട് അങ്ങോട്ട് ഈ സമൂഹവുമായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോൾ ഇവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യമായി. ഡെഫായിട്ടുള്ള മൂകബധിരരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് വേണ്ടത്ര സംഭാവനകൾ കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അക്കാരണത്താൽ ഈ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ആംഗ്യഭാഷയിൽ ക്ലാസ്സുകൾ എടുക്കുവാനും ബൈബിൾ വിശദീകരിച്ചു കൊടുക്കുവാനും കൂദാശ കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. ഇക്കാരണത്തിൽ ഒരു പരിധിവരെയൊക്കെ എല്ലാം ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുവാൻ സാധിച്ചു. എങ്കിലും ദീർഘമായ ഈ ഒരു മേഖലയിലോട്ട് കുറച്ചുകൂടി ആൾക്കാർ എത്തിച്ചേരണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ സാധിക്കാത്തത് മൂലം, പലപ്പോഴും ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്തത് മൂലം നമുക്ക് നഷ്ടമാകുന്നത് നല്ല വിശ്വാസികളെയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ കൂടുതൽ അച്ഛന്മാരും സിസ്റ്റേഴ്സുമൊക്കെ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി താൻ കടന്നെത്തിയ ഈ കർമ്മരംഗം തികഞ്ഞ ദൈവഹിതം തന്നെയാണെന്ന ഉറച്ച ബോധ്യം അച്ഛനുണ്ട്. എന്നാൽ കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും ജീവിക്കുന്ന അനേകം നിശബ്ദ ജന്മങ്ങൾക്കായി എല്ലായിടത്തും ഓടിയെത്തുവാൻ തനിക്കാവില്ല എന്ന തിരിച്ചറിവിൽ അവർക്കായി കൂടുതൽ വിശാലമായ ഒരു ശുശ്രൂഷാരംഗം രൂപപ്പെടുത്തിയെടുക്കുവാൻ അച്ഛനും ഒപ്പം ഹോളി ക്രോസ് സഭാസമൂഹവും ആഗ്രഹിക്കുന്നു. ഇവർക്ക് വേണ്ടിയുള്ള എൻ്റെ ഭാവി സ്വപ്നം എന്ന് ചോദിച്ചാൽ, ഇവർ പലപ്പോഴും വാർദ്ധക്യമാകുമ്പോൾ ഓരോ കോണുകളിലായിട്ട് മറ്റുള്ളവരുമായിട്ടൊരു ആശയവിനിമയമില്ലാതെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുവരാനും ഇവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ പലർക്കും നല്ല ഒരു ജോലി ഇല്ലാതെ ഒരു 30-40 വയസ്സൊക്കെ ആകുമ്പോൾ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇക്കാരണങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥാപനം തുടങ്ങുകയും അവിടെ വൃദ്ധരായ മൂകബധിരരായ നമ്മുടെ സഹോദരരെ ഒരുമിച്ച് പാർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് തക്കതായ അവരുടെ പ്രാപ്തിക്കനുസരിച്ച ചെറിയ തൊഴിൽ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനും അതോടൊപ്പം ഇവർക്ക് വേണ്ടത്ര ബൈബിൾ ക്ലാസ്സുകൾ, വിവാഹത്തിന് ഒരുക്കമായ സെമിനാറുകൾ, അതിനു വേണ്ട കൗൺസിലിംഗ് ക്ലാസ്സുകൾ, ഇപ്രകാരമുള്ള ഒരു സംരംഭം
തുടങ്ങണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ നാനാഭാഗങ്ങളിലും പലർക്കും തുടങ്ങുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിശ്വാസികളെ നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ ഒരു സമ്പത്താക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുമാണ്. നമുക്കിടയിലെ നൂറുകണക്കിന് ബധിര മൂക കുടുംബങ്ങൾക്കിടയിൽ ശ്രദ്ധേയരായ ഒരു കുടുംബം കോട്ടയത്ത് പൈകയ്ക്കടുത്തുള്ള കാരക്കുളത്തുണ്ട്. അവിടെ പൊന്നെടുത്തുകല്ലേൽ കുടുംബത്തിലെ ജെയിംസ്, ബിജു എന്നീ 2 ആൺമക്കളും ശ്രവണവൈകല്യമുള്ളവരായാണ് ജനിച്ചത്. എന്നാൽ ഇന്ന് ഇരുവരും കുടുംബസമേതം സന്തോഷമായി ജീവിക്കുന്നു. ഭാര്യമാരും മക്കളും അവരോട് നിഷ്പ്രയാസം സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നു. തികഞ്ഞ ദൈവാശ്രയബോധത്തിൽ ജീവിക്കുന്ന ഈ കുടുംബം സമാന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഉത്തമ മാതൃക കൂടിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 17 വർഷം, 2 മക്കൾ. മൂത്ത മോൻ +1, ഇളയ മോൻ 6 പഠിക്കുന്നു. എൻ്റെ ലൈഫ് വെച്ച് നോക്കിയാൽ എൻ്റെ ഭർത്താവ് ശരിക്കും നോർമൽ ആൾ തന്നെയാണ്. നോർമൽ ആൾക്കാരെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഇന്ന് വരെ വന്നിട്ടില്ല. ഒരു ഡെഫാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് വെച്ചാൽ ഒന്നും അല്ല. എൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം നോർമൽ ആൾക്കാർ, ഡെഫായിട്ടുള്ള ആൾക്കാർ നോർമലിൽ തന്നെ വിവാഹം കഴിക്കുക, നോർമൽ ആളെ തന്നെ വിവാഹം കഴിക്കുക. അപ്പം എൻ്റെ കല്യാണത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മോൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെഫായിട്ടുള്ള ആളെ കല്യാണം കഴിക്കുമ്പോൾ മോൾക്ക് മക്കളുണ്ടാവില്ല, മക്കൾക്കുണ്ടായി എന്തെങ്കിലും ഡെഫായിട്ടുണ്ടാവും, അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമല്ലോ എന്നൊക്കെ. ഞാൻ പറയും, ഞാൻ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു നോർമൽ ആൾ എന്നെ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും അപകടം വരും. അത് അപകടം വന്നാൽ ഞാനത് സഹിക്കണ്ടേ? 2-3 മക്കളൊക്കെ ഉണ്ടായിരിക്കും, ഞാനത് സഹിക്കണ്ടേ? ഡെഫായിട്ടുള്ളവരെ കല്യാണം കഴിക്കാൻ നോർമലായിട്ടുള്ള കുട്ടികൾ മുൻപോട്ട് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ മുൻപോട്ട് വരുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സൈൻ പഠിച്ചാൽ ഇവരുമായിട്ട് സംസാരിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ, എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണത്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. എൻ്റെ അനുഭവം വെച്ച് 100% ഇവരുടെ കൂടെ ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുമ്പസാരിക്കാനും കുർബാന കൈക്കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ കുമ്പസാരിച്ചിട്ട് അങ്ങനെയല്ല. ഇപ്പം അതിനൊക്കെ ആയിട്ടൊരു സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബിജു അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ഒരാളച്ഛനേ ഉള്ളൂ. അപ്പം സമയവും സൗകര്യമൊക്കെ നോക്കി അവിടെ ചെന്ന് ഇവർക്ക് അതിനൊക്കെയുള്ള ബുദ്ധിമുട്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ചെന്ന് കുമ്പസാരിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം പോലെ ഒരു ദിവസം, മാസത്തിലൊരു ദിവസം പാലായിൽ ഇവിടെ അടുത്താണെങ്കിൽ അങ്ങനെ വരാനും ഇവർക്ക് ഒരുപാട് താല്പര്യമുള്ളവരാണ്. ശാരീരിക വൈകല്യമുള്ള മറ്റ് അനേകരിൽ നിന്നും വേറിട്ട് കൂടുതൽ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ശ്രവണ വൈകല്യമുള്ളവർ എന്ന വസ്തുത ആത്മീയ പശ്ചാത്തലത്തിൽ നാം കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ച ആത്മീയ ബോധ്യങ്ങളിലും ജീവിക്കുവാൻ കഴിയാതെ പോവുകയും ജീവിത തകർച്ചകളെ നേരിടുകയും ചെയ്യുന്ന അനേകരെ മുന്നിൽ കണ്ടുകൊണ്ട് ബധിരരും മൂകരുമായ സഹോദരങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള ആത്മീയ പിന്തുണ ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയണം. കേരള കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിനെ സംബന്ധിച്ചിടത്തോളം 31 അതിരൂപത രൂപതകളാണുള്ളത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതിനൊരു കോമൺ പോളിസി വന്നു കഴിഞ്ഞാൽ വളരെ സഹായകമാകും. ഇപ്പോൾ കുറേ അച്ഛന്മാർ, സിസ്റ്റേഴ്സും ഒക്കെ ഓരോ സ്ഥാപനങ്ങളിങ്ങനെ നടത്തി സഹായിക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ അതിലേറെ, ഞാൻ പറഞ്ഞല്ലോ, 8 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കെയർ ചെയ്യുന്നത് ഏതാണ്ട് ഒരു 8000-ഓളം കുഞ്ഞുങ്ങളേ ഉള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ്? അവരെക്കുറിച്ച് കൂടി ഒരു പരിഗണന നമ്മൾ കാണിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു കുരിശിലൂടെ നേടിത്തന്ന രക്ഷ ഇന്നും നമുക്ക് അവകാശമായി പൂർണ്ണതയിൽ തിരുസഭയിലൂടെ സംലഭ്യമാകുന്നു. സ്വർഗത്തോട് നമ്മെ കൂട്ടിച്ചേർക്കുവാൻ പര്യാപ്തമായ ആ വലിയ സമ്മാനത്തിന് സകല മനുഷ്യാത്മാക്കളും തുല്യ അവകാശികളാണ്. ജന്മനാലുള്ള ചില കുറവുകൾ മൂലം ദൈവം തൻ്റെ പ്രിയ അജഗണത്തിന് വാഗ്ദാനം ചെയ്ത വലിയ ദാനത്തിന് ചിലർ അർഹരാകാതെ പോകുന്നുവെങ്കിൽ സഹജീവികളായ നാം അവരുടെ ആത്മരക്ഷയിൽ
ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കൂടുതൽ കരുതലുള്ളവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം.